നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. യുകെയുടെ ഭൂരിഭാഗവും കനത്ത മഞ്ഞും മഴയും ബാധിച്ചതിനാൽ ശനിയാഴ്ച പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഞായറാഴ്ചയും ഇതേ അവസ്ഥ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പലയിടങ്ങളിലും റോഡ് ഗതാഗതം നിലച്ചിരുന്നു. ദേശീയപാതകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച റിപ്പോർട്ടുകളുണ്ട്. വിമാന ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടു. വടക്കൻ ഇംഗ്ലണ്ട്, മിഡ്ലാൻഡ്സ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ഞായറാഴ്ച രാത്രി വരെ കാലാവസ്ഥ രൂക്ഷമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വാരാന്ത്യത്തിൽ 30 സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ശനിയാഴ്ച വൈകിട്ട് ബ്രിസ്റ്റോൾ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. വൈദ്യുതി തടസ്സം, യാത്രാ തടസ്സവും തുടർന്നുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, ഇംഗ്ലണ്ടിലെ മറ്റിടങ്ങൾ എന്നിവിടങ്ങളിൽ കടുത്ത യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു. ബർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, കാർഡിഫ് എന്നിവയുൾപ്പെടെ മിഡ്ലാൻഡ്സ്, സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്, സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നാഷണൽ ഗ്രിഡ് ശനിയാഴ്ച രാത്രി അറിയിച്ചു. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ കനത്ത മഞ്ഞ് വീഴ്ചയും ഏറ്റവും തണുത്ത കാലാവസ്ഥയും നേരിടുകയാണ്. യുഎസിന്റെ മധ്യഭാഗത്ത് ആരംഭിച്ച കൊടുങ്കാറ്റ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കിഴക്ക് നീങ്ങുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കെന്റക്കി, വെർജീനിയ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ മിസിസിപ്പി, ഫ്ലോറിഡ എന്നിവയുൾപ്പെടെ യുഎസിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തവണ കഠിനമായ തണുപ്പ് പ്രതീക്ഷിക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയാണെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. യുകെയിലെ NHS ആശുപത്രികളിൽ രോഗികൾ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന സമയപരിധി ആഴ്ചകളിൽ നിന്നും വെട്ടിക്കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾക്ക് കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് സാമ്പത്തിക ഇൻസെന്റീവുകൾ നൽകാൻ സ്റ്റാർമർ സർക്കാർ പദ്ധതിയിടുന്നു. അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് സ്കീമിന് കീഴിൽ ആശുപത്രിക്ക് പുറത്ത് രോഗികളെ ചികിത്സിക്കാനാണ് സാമ്പത്തിക ആനുകൂല്യം. ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ രോഗി ഒരു സ്പെഷ്യലിസ്റ്റുമായി ബന്ധപ്പെടുത്തുന്ന ഓരോ തവണയും ഡോക്ടർമാർക്ക് 20 പൗണ്ട് നൽകാനാണ് പദ്ധതി. 92% NHS രോഗികളും ചികിത്സയ്ക്കായി 18 ആഴ്ചയിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗും പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങളുടെ ഭാഗമാണിത്. ഇതിനായി ഉടൻ തന്നെ NHS ആപ്പിലേക്കുള്ള അപ്ഗ്രേഡുകളും നിലവിൽ വരും. ഇംഗ്ലണ്ടിലെ പ്രധാന ആശുപത്രികൾ 18 ആഴ്ചയ്ക്കുള്ളിൽ 92% രോഗികളെങ്കിലും ചികിത്സിച്ച് തിരികെ അയക്കുമെന്ന കെയർ സ്റ്റാമറിന്റെ പ്രധാന ലക്ഷ്യം വിജയം കാണുന്നതിൽ പരാജയപ്പെടുന്നതായി NHSന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. NHS സംവിധാനത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ലേബർ സർക്കാരിന് നേരിടേണ്ടി വരുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്. തിരഞ്ഞെടുക്കപ്പെട്ട ചികിത്സയ്ക്കായി 18 ആഴ്ചയിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്ന 92% രോഗികളുടെ അവസ്ഥയാണ് പലയിടത്തും ഇപ്പോൾ. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചില ആശുപത്രി ട്രസ്റ്റുകളിൽ പകുതിയിലധികം രോഗികളും 18 ആഴ്ചയിൽ കൂടുതൽ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നു. രാജ്യത്തുടനീളമുള്ള 124 NHS ട്രസ്റ്റുകൾ ഒന്നും സ്റ്റാർമർ സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കാതെയാണ് ലേബർ സർക്കാർ ഡിജിറ്റൽ വിസ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് ആരോപണമുയർന്നു. ഈ വിസകളിലേക്കുള്ള മാറ്റം പ്രായമായ താമസക്കാർക്കും സാങ്കേതിക വിദ്യയിൽ അത്ര പരിജ്ഞാനമില്ലാത്തവർക്കും വിശ്വസനീയമായ ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തവർക്കും പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള യുകെയിലേക്ക് വരുന്ന ദശലക്ഷക്കണക്കിന് പേരുടെ താമസ അവകാശം തെളിയിക്കാനാണ് പുതിയ സംവിധാനത്തിലേക്ക് ബ്രിട്ടൻ പുതുവർഷം മുതൽ മാറിയത്. കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളിൽ നിന്നും ഈ വിസയിലേക്കുള്ള മാറ്റം ആരംഭിച്ചെങ്കിലും ഈ വിസകളുടെ തുല്യത ആഘാത വിലയിരുത്തൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ഹോം ഓഫീസിന്റെ വിലയിരുത്തൽ. US ശതകോടീശ്വരൻ എലോൺ മസ്കിനെ വീണ്ടും ന്യായീകരിച്ച് റിഫോംസ് പാർട്ടി നേതാവ് നൈജൽ ഫറാജ്. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നിട്ടും അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് വീണ്ടും നൈജൽ ഫറാജ്. മസ്കിന്റെ എക്സിൽ സ്വാതന്ത്ര്യം തിരിച്ചു വന്നു എന്നാണ് നൈജൽ ഫറാജ് പറഞ്ഞത്. ഗുണ്ടാസംഘങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സർക്കാർ സ്റ്റാമർ പരാജയപ്പെട്ടെന്നും ഹോം ഓഫീസ് മന്ത്രി ജസ് ഫിലിപ്പ് ജയിലിൽ കിടക്കാൻ അർഹനാണ് മസ്ക് എക്സിൽ കുറിച്ചിരുന്നു. ഓൾഡ് ഹോമിലെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ കുറിച്ച് കൺസർവേറ്റീവുകളും റിഫോം യുകെയും വിപുലമായ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പൊതു അന്വേഷണത്തിന് നൽകാനുള്ള അഭ്യർത്ഥന ഹോം ഓഫീസ് തള്ളിക്കളഞ്ഞതോടെയാണ് മസ്ക് വിഷയത്തിൽ പ്രതികരിച്ചത്. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച യുഎസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റനെ സമ്മാനിച്ചു. വിവാദ മനുഷ്യസ്നേഹി ജോർജ് സോറോസ്, വോഗ് എഡിറ്റർ ഇൻ ചീഫ് അന്ന വിൻഡൂർ, ശാസ്ത്രജ്ഞൻ ബിൽ നൈ, നടൻ ഡെൻസൽ വാഷിംഗ്ടൺ എന്നിവർക്കും മറ്റ് 14 പേർക്കും ജോ ബൈഡൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്ക് US പ്രസിഡന്റിൽ നിന്നും അവാർഡ് സ്വീകരിക്കാൻ വൈറ്റ് ഹൗസിൽ നേരിട്ട് ഹാജരാനാകില്ല. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റൻ ഉൾപ്പെടെയുള്ള നിരവധി ക്യാബിനറ്റ് അംഗങ്ങളും സെലിബ്രിറ്റികളും എത്തിയിരുന്നു. ജപ്പാനിലെ നിപ്പോൺ സ്റ്റീൽ അമേരിക്കയിലെ US സ്റ്റീൽ ഏറ്റെടുക്കുന്നത് ജോ ബൈഡൻ നേരിട്ട് തടഞ്ഞു. ഏറ്റെടുക്കൽ അനുവദിക്കില്ല എന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനമായിരുന്നു ബൈഡൻ നടപ്പാക്കിയത്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു ഈ ജപ്പാന്റെ ഏറ്റെടുക്കൽ. US സ്റ്റീൽ ജപ്പാനിലെ ഒരു മുൻനിര കമ്പനി വാങ്ങുന്നതിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്നാണ് ബൈഡൻ പറഞ്ഞത്. US സ്റ്റീൽ വ്യവസായത്തെയും അതിന്റെ വിതരണ ശൃംഖലയെയും ശക്തമായി നിലനിർത്തുന്നതിന് US ഉടമസ്ഥത പ്രധാനമാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇപ്പോൾ ഇടം പിടിച്ച ജാപ്പനീസ് വനിത
ടൊമിക്കോ ഇദുക അന്തരിച്ചു. കഴിഞ്ഞ മാസം 29-നാണ് മരിച്ചെങ്കിലും വാർത്ത ഇപ്പോഴാണ് പുറത്തു വന്നത്. 1908 മെയ് 23-ന് ഓസാക്കയിലാണ് ടൊമിക്കോ ജനിച്ചത്. കഴിഞ്ഞ വർഷം 117-ാം വയസ്സിൽ സ്പെയിനിലുണ്ടായിരുന്ന ലോകമുത്തശ്ശി അന്തരിച്ചപ്പോഴാണ് ടൊമിക്കോ ഇദുക ലോകമുത്തശ്ശിയായത്. ഇനി ലോകത്തെ ഏറ്റവും പ്രായമേറിയ വനിത എന്ന ബഹുമതി ബ്രസീലിലുള്ള ഇന കനാബ്രോ ലൂക്ക എന്ന കന്യാസ്ത്രീക്കാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 106.55 ഇന്ത്യൻ രൂപ. $1 85.77 രൂപ. €1 88.41 രൂപ. 1 പൗണ്ട് 1.24 $. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.